ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, 2 വാക്ക്. നിങ്ങൾ ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോകരുത്. പാവപ്പെട്ട ഉസ്താദാണ്, വലിയ പ്രയാസത്തിലാണ്. നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ആ ഉസ്താദിന് സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിക്ഷേപിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. കളറ് ചോപ്പാക്കിയത് എന്തിനാ എനിക്കറിയില്ല. നിരീശ്വരവാദത്തിന്റെ ഏതെങ്കിലുമൊക്കെ പിൻഗാമികളാണോ അതും എനിക്കറിയില്ല. ഒറിജിനൽ നിരീശ്വരവാദത്തിന്റെ പിൻഗാമികളായി, മനസ്സിലായോ? ചുവപ്പ് കളർ ഉപയോഗിച്ചാൽ നിരീശ്വരവാദത്തിന്റെ പിൻഗാമികളാണെന്നാ പറഞ്ഞത്. തങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടുള്ളൂ. ഇവരെ കൊടിയും പൂടിച്ചിക്കാണ്ട പായുണ്ട്. പിണറായി വരുന്നിടത്തേക്ക് പോണ മാതിരി CPM ഇങ്ങനെയല്ല പോലെ നോക്കിയേണ്ടി. പിണറായി വരുന്ന സ്ഥലത്തേക്ക് ജാഥായിട്ട് ഇങ്ങനെ പോകും എന്ന മാതിരി. അപ്പം തനിച്ച നിരീശ്വരവാദികളായി. പിൻഗാമികളാണ്, സംശയമല്ല. പിൻഗാമികൾ തന്നെ തെളിയിച്ചു നിങ്ങളെ നിർജ്ജന റാലി. നൗഷാദ് പറഞ്ഞ അടക്കാ പറയണ്ടേ. ആർക്കെങ്കിലും ഗണ്ണിക്കാൻ കഴിയുകയാണെങ്കിൽ ആ ചങ്കൂത്തുള്ള ആണത്തുള്ള ആളുകളുടെ വരി അത് നമുക്ക് കാണ്ടിയതേ. ചുവപ്പ് കളറ് ഉപയോഗിച്ചാൽ അത് നിരീശ്വരവാദികളാണ് ഉപയോഗിക്കൽ, അതുകൊണ്ട് നിരീശ്വരവാദി ആവും എന്ന് പറഞ്ഞ നിങ്ങളെ റാലി തന്നെ ചുവപ്പ് കൊടി. അപ്പൊ നിങ്ങൾ നിരീശ്വരവാദികളായോ? നിങ്ങൾ നിരീശ്വരവാദികൾ പിൻഗാമി ആണോ? ആണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഈ പറഞ്ഞ ഉസൂല് വെച്ച് നിങ്ങളും ആകണ്ടേ? പറയടോ അൻവരി, ഞങ്ങളെ കൊടിന്റെ നിറവും ഞങ്ങളെ ഇത് നോക്കി നടന്നോ? അൻ്റെതായി കാണിക്കണ്ടേ? താൻ്റാടുണ്ടോ? ആണത്തുണ്ടോ? ആർജവുണ്ടോ? ശരിയായ ജന്മത്തിലാണ് ജനിച്ചതെങ്കിൽ പറടാ. കുഞ്ഞാമതെ, അൻവരിയെ, നിങ്ങൾക്ക് ആണാണെങ്കിൽ ഞാൻ അപ്പുറം പറയാനില്ല. ഒന്ന് പ്രതികരിക്കാൻ ധൈര്യമുണ്ടോ? വെല്ലുവിളിയാണ്. നിങ്ങളെ വലിയ കോച പറഞ്ഞ അനുസരിച്ചാ കാണിക്കണ്ടേ. അപ്പൊ നിങ്ങളെ റാലി നിരീശ്വരവാദികളുടെ റാലി ആയോ അല്ലേ? ആണോ അല്ലേ? ഒന്ന് പറഞ്ഞാണീ. പറഞ്ഞേച്ചി ആരോടതൊക്കെ പറയണേ? തൊള്ള തുറക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. കുടുങ്ങി. നൗഷാദെ, നീ ഇത് പണ്ട് എന്നെ പറഞ്ഞു വെച്ച് നന്നായി. ഇപ്പം ഞങ്ങൾക്കത് ബോധ്യമായി, മനസ്സിലായില്ലേ? കാരണം നിരീശ്വരവാദികളുടെ അടുത്തേക്കാണ് നിങ്ങളുടെ പോക്ക്. നീ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇത്, അത് വളരെ ശരിയാണ്. നീ എന്താ പറഞ്ഞത്? സുഹാബികളുടെ അടുത്ത് പോയാലും വഹാബികളുടെ അടുത്ത് പോയാലും നിരീശ്വരവാദികളുടെ അടുത്ത് പോയാലും സുന്നികളുടെ അടുത്തേക്ക് വരൂല എന്ന് നീ ഇതിന് ശേഷമാണ് നീ പറഞ്ഞു വെച്ച്. ഞങ്ങൾ പാണക്കാട് പോണും പട്ടിക്കാട് പോണും ചമ്മാട് പോടും. ഇത് നോക്കിക്കല അപ്പം നിങ്ങളെ പണി. ഞമ്മക്ക് വേണം പോകാൻ പാടില്ല. അപ്പോഴേക്ക് എന്തിനാട് പോയി? ആരാ ചോദിക്കുക? ആരാ? ഞങ്ങളുടെ മശായിഖന്മാർ ഞങ്ങളോട് നിർദ്ദേശിക്കുകയും സമ്മതം തരികയും ചെയ്ത ആരൊക്കെ കാണണോ അവരൊക്കെ കാണും. ഇനി ഒരു സന്ദർഭത്തിൽ നിരീശ്വരവാദികളെ കാണേണ്ടി വന്നാലും നിങ്ങളെടുത്തേക്ക് ഞങ്ങൾ വരൂല. ചെറുപ്പക്കാരെ, ഏതെങ്കിലും ത്വരീകത്ത് വേണോ? എവിടെയെങ്കിലും ഒന്ന് മുറുകെ പിടിക്കണോ? എന്നാരെങ്കിലും ഒന്ന് തർബിയത്ത് നടത്തണോ? എനിക്കൊരു മുറബിയായ ശൈഖ് വേണോ? എന്നിങ്ങനെ കവലതോടും കവല ഇറങ്ങിയിട്ട് ഔലിയാക്കളെ തേടി, ത്വരീകത്തിന്റെ ഔലിയാക്കളെ തേടി, മുറബികളെ തേടി പിടിച്ച് നടക്കുന്നതിന് പകരം നമ്മുടെ കയ്യിലേക്ക് അല്ലാഹു തആല നൽകിയ 2 മശായിഖുമാർ, ഒന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിഷേധനായ സെക്രട്ടറി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദാണെങ്കിൽ അത് കേരളത്തിലല്ല, കർണാടകയിലല്ല, ഇന്ത്യക്കകത്തു മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ പോലോ ലോകരാഷ്ട്രങ്ങളിലുള്ള ഉലമാക്കൾ പോലോ മഹാനായ ശൈഖ് അഹമ്മദ്, ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ അഹമ്മദ് എന്ന ഓമന പേരില്, അബുല്ലൈത്താം എന്ന ഓമന പേരില്, സുൽത്താനുൽ ഉലമ എന്ന ഓമന പേരില് അറിയപ്പെട്ട ഒരു പണ്ഡിതന് ഈ നൂറ്റാണ്ടിലെ ഉസ്താദായ സുൽത്താനുൽ ഉലമ ഉസ്താദല്ലാത്ത ഒരു ആലിമും കടന്നുപോയിട്ടില്ല. അങ്ങനത്തെ ഒരു നേതാവാണ് നമ്മുടെ മുന്നിലുള്ളത്. മുറുകെ പിടിച്ചോളൂ. അല്ലാഹുവേ, ഞങ്ങളെ ഉസ്താദിനോ ഞങ്ങളെ മറ്റു മശായിഖുമാർക്കോ നീ ആഫിയത്തുള്ള ദീർഘായുസ്
കൊടുക്കണേ അല്ലോ, ആയുരാരോഗ്യം കൊടുക്കണേ അല്ലോ. അവിടുന്ന് പഠിപ്പിച്ച ഇൽമാണ് മഹാനായ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇവിടെ വച്ച് പ്രസംഗിക്കുന്നത്. നമുക്ക് ഈ ബഹുമാനപ്പെട്ടവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാ, മഹാനായ സുൽത്താനുൽ ഉസ്താദിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഖാഫി ആരാണെന്ന് ചോദിച്ചാൽ അതേ ഉസ്താദിന് പറയാൻ കഴിയും. ആശങ്കകൾക്ക് വകയില്ലാതെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പേരോടിനെയാണ്. പല തവണ നമ്മൾ കേട്ടതല്ലേ. പിന്നെ ആരെങ്കിലും കുത്തിത്തിരിപ്പിന് വരുമ്പോഴേക്ക് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ഒരു ആവശ്യവുമില്ല കേട്ടോ. അല്ലാഹു തആല നമ്മുടെ നേതാക്കൾക്കൊക്കെ ആയുരാരോഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാം ഈ ഉള്ളവനും എൻ്റെ കുടുംബത്തിനും വിശിഷ്യ മരണപ്പെട്ടു പോയ ബാപ്പാക്കും ഹയാത്തുള്ള ഉമ്മാക്കും എല്ലാവരും ദുആയിരക്കണേ. കാന്തപുരം ഉസ്താദിനെ തെരുവിലിട്ടുകൊണ്ട് തെറിയഭിഷേകം ചെയ്ത് സമൂഹത്തിന്റെ മനതലങ്ങളെ മലീവസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ചിന്തിക്കേണ്ടത്, ഒരു ഭാഗത്ത് തെറിയഭിഷേകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആക്ഷേപങ്ങളുടെ മാലപ്പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർത്തിരമ്പി അലറി വിളിക്കുന്ന കടൽ തിരമാലകൾക്ക് സമാനമായി ഒന്നിന്റെ പിറകിലൊന്നായി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും വന്യരായ കാന്തപുരം ഉസ്താദ് നിറപുഞ്ചിരിയോടുകൂടി സമൂഹത്തിന് നൽകേണ്ടുന്ന ധർമ്മം നിർവഹിച്ചുകൊണ്ടുള്ള ജൈത്രയാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങൾ അത് മാത്രമാണ് രക്ഷയുടെ ഒരു ഭാഗമുള്ളത്. വിജയത്തിന് നിദാനം അതാണ്. അതിൻ്റെ തനിമ നിലനിർത്തുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബാധ്യത. അതിൻ്റെ തനിമ ലോകത്ത് നിലനിർത്തുക, ആ കാര്യത്തിൽ ഇന്നും അന്നും എന്നും അതിനർഹതയുള്ളത്. മഹാരഥന്മാരായ എൻ്റെ വയസ്സിൽ ഈ പറഞ്ഞതുപോലൊന്നുമല്ല. മഹാരഥന്മാരായ അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ അതിന് അനുവാദം നൽകി ആസ്വദിച്ച് നിങ്ങൾ യഥാർത്ഥത്തിൽ ആണ് ദീനിനെ പ്രവർത്തിക്കും, ദീനിൽ പ്രവർത്തിക്കും. നിങ്ങൾ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ അതേ സ്ഥാനം ദീനിൻ്റെ ബാഹ്യരൂപം ഈ ലോകത്ത് വ്യക്തമാക്കുക. അതാണ് നിങ്ങളുടെ ബാധ്യത. മറ്റുള്ള വിജ്ഞാനങ്ങൾ നിങ്ങളിൽ ഇരിക്കട്ടെ. ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിവിടെ നിർവഹിച്ചു പോകുന്ന സഹാബത്ത് അതേ ചര്യയിൽ ലോകത്തിൽ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് വിളിക്കുക. സന്മാർഗത്തിലേക്ക് ജനങ്ങൾ നിങ്ങളെ അനുഗമിക്കുന്നു. ഇതാണ് മഹാന്മാരായ ഒട്ടനവധി നേതൃത്വങ്ങൾ പി സ്ഥാനമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ നാം എല്ലാം അദ്ദേഹത്തെ ഇക്തിദാ ചെയ്യുന്നത്, തുടരുന്നത്. അതിൻ്റെ വിജയത്തിൻ്റെ നിധാനം അത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അത് ലോകത്തിന് ഫലപ്പെടുകയും ചെയ്യുന്നു, മറ്റുള്ളവരെ പോലെയല്ല. ആയതുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. തോനെ പ്രസംഗിക്കാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ അടുത്തിൻ്റെ ഒരു പ്രസംഗം നടന്നതാണ് കോട്ടപ്പുറം. ആദരവോടുകൂടി ഒരുപാട് നാമങ്ങളുണ്ട്. ഏതുകൊണ്ടാണ് അഭിസംബോധന ചെയ്യാൻ നിൽക്കാൻ അറിയില്ല. മഹാനായ എ പി ഉസ്താദിനെ സർവാദരവോടുകൂടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സ്ത്രീകളുടെ സംബന്ധിച്ച് ഒരു മതവിധി അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് ചിലരൊക്കെ പിന്തുണച്ചു എന്ന് പറഞ്ഞു. പിന്തുണച്ചാൽ പോരാന്ന് എനിക്ക് പറയണം. അത് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കണം. അത് നടപ്പിൽ വരുത്താണ്ടല്ലോ അവരവരുടെ. അപ്പോൾ മതവിധി പല ഉസ്താദന്മാരും പറയും. അത് പറയുമ്പോൾ അതിൻ്റെ ഇതിലേക്ക് കൊഞ്ഞനും കാട്ടുകയല്ല വേണ്ടത്. അങ്ങനെയല്ലേ? ഇപ്പം എന്തെല്ലാം സമസ്തകളുടെ ജമീയത്തിൽ പല മതവിധികളും പറയും. അതിനൊക്കെ പരിഹസിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഇവർക്കുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ താല്പര്യത്തിനോട് ഒത്തുകൊണ്ട് വരുമ്പോൾ, കാരണം അവർ എതിർക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും. ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായി കൊണ്ട് ഉപയോഗിക്കപ്പെടാൻ പറ്റും ഈ ആയുധം എന്നുള്ള നിലയ്ക്ക് അതിനെ പിന്തുണച്ചു എന്ന് പറയാം. എനിക്ക് അവരോട് പറയാനുള്ള പിന്തുണച്ചാൽ മാത്രം പോരാ. നിങ്ങളുടെ സമ്മേളനങ്ങളിലും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മതപണ്ഡിതന്മാർ പറയുന്ന വിധികൾ പൂർണ്ണമായും കൊണ്ടിട്ട് അംഗീകരിച്ചു കൊണ്ടിട്ട്, പ്രത്യേകിച്ച് ഇതുപോലുള്ള വിധികളൊക്കെ അത് സ്വീകരിച്ചു കൊണ്ടിട്ട് അത് നടപ്പിൽ വരുത്താനും കൂടി ശ്രമിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്, പിന്തുണച്ചവരോട്.